കണ്ണൂർ പാനൂരിലെ അധ്യാപികയുടെ മരണത്തിൽ ആദിത്യയെ മർദ്ദിച്ചെന്ന് സമ്മതിച്ച ആൺസുഹൃത്ത് ശരൺ ആദിത്യയുടെ മറ്റ് സൗഹൃദങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചാണ് ശരൺ മർദ്ദിച്ചത്. മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. ജീവനൊടുക്കാൻ കാരണം ശരൺ ആദിത്യയെക്കുറിച്ച് ബന്ധുക്കൾക്ക് മോശം സന്ദേശങ്ങൾ അയച്ചതിനാലെന്നും പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നു. നിഖിൽ, ആദിത്യയെ മർദ്ദിച്ച ദൃശ്യങ്ങളെല്ലാം, മർദ്ദിച്ച ഫോട്ടോകളെല്ലാം നമ്മൾ കണ്ടതാണ്. അതീവ ഗുരുതരമായി ആദിത്യയ്ക്ക് മർദ്ദനമേറ്റിരുന്നു. ഇപ്പോൾ ശരൺ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഖില, ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദിത്യ ജീവനൊടുക്കുന്നതിന് കാരണമായത് ശരണിന്റെ ഭാഗത്തു നിന്നുണ്ടായ മാനസിക പീഡനം തന്നെയാണ് എന്നതാണ് ഇയാൾ തന്നെ ഇപ്പോൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത്. ആദിത്യയുടെ അമ്മ നൽകിയ പരാതിയിലും ഇക്കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ സംഭവങ്ങളുടെ തുടക്കം ഒരു ഏകദേശം 10 മാസം മുന്നെയാണ് ശരൺ ഒരു വിവാഹാലോചനയുമായി ആദ്യമായി ആദിത്യയുടെ വീട്ടിലേക്ക് എത്തുന്നതും ആദിത്യയെ കാണുന്നതും. എന്നാൽ ശരണ്യയുടെ വീട്ടുകാർ, ആദിത്യയുടെ വീട്ടുകാർ ഈ വിവാഹ ബന്ധത്തിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചില്ല. അങ്ങനെ ആ ബന്ധം അവരവിടെ ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷേ ശരൺ ഈ ആദിത്യയുമായി പതിയെ സൗഹൃദം സ്ഥാപിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ ഇരുവരും സൗഹൃദത്തിലാകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ കണ്ണൂർ സർവകലാശാലയിലെ താൽക്കാലിക ഗസ്റ്റ് ലെക്ചററായ ആദിത്യയുടെ മറ്റ് സൗഹൃദങ്ങൾ ശരണിന് സംശയമായി തുടങ്ങിയത്. ആ സംശയം ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനം എന്നതാണ് ഇപ്പോൾ ശരൺ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ആദിത്യ ബന്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് ആവശ്യപ്പെട്ടതോടുകൂടി മോശമായ ചില സന്ദേശങ്ങൾ ആദിത്യയെക്കുറിച്ച് ആദിത്യയുടെ ബന്ധുക്കൾക്ക് ശരൺ അയച്ചു എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായതോടുകൂടിയാണ് ആദിത്യ പൂർണ്ണമായും മാനസികമായി തളരുന്നതും ജീവനൊടുക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തത്. അങ്ങനെയാണ് 13-ാം തീയതി രാത്രി സ്വന്തം വീട്ടിൽ വെച്ച് ഇത്തരത്തിലൊരു ജീവനൊടുക്കാനുള്ള ശ്രമം നടത്തുന്നതും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതും ചികിത്സയിലിരിക്കെ മരിക്കുന്നതും. ഏതായാലും ഈ തലശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ശരൺ ആദിത്യയെ മർദ്ദിച്ചത് എന്ന് നേരത്തെ കുടുംബം പരാതിയിൽ പറഞ്ഞിരുന്നു. ഇത് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് ശേഖരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതെല്ലാം പരിഗണിച്ചാണ് ശരണിന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ശരണിനെ ഏതായാലും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ശരി, നിഖിലാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.